ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വൈദികരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി എന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും ദക്ഷിണ കൊറിയയിലെ സിയോൾ അതിരൂപതയിൽ നടന്ന 16 നവവൈദികരുടെ തിരുപ്പട്ടമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. അതോടൊപ്പം 25 പേർ ഡീക്കൻ പട്ടവും സ്വീകരിച്ചു. 16 വൈദികരും 25 ഡീക്കന്മാരും പുതിയതായി നിയമിതരായതോടെ ഈ രൂപതയിൽ നിന്നും പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് എത്തുന്നവരുടെ എണ്ണം 985 ഉയർന്നു. ഇത് അഭിമാനകരവും ഒപ്പം അനുഗ്രഹീതവുമായ നിമിഷങ്ങളാണെന്നും സഭയുടെ ഈ അർപ്പണബോധമുള്ള സേവകർ സിയോളിലെ കത്തോലിക്ക ജീവിതത്തെ സമ്പന്നമാക്കുമെന്നും രൂപതാധികൃതർ വ്യക്തമാക്കി. കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താതിരുന്നതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട വൈദികനെ അനുസ്മരിച്ച് ഗ്വാട്ടിമാലൻ സഭ ഫാദർ അഗസ്റ്റോ റാമിരസ് മൊണസ്റ്റേറോ എന്ന ഫ്രാൻസിസ്കൻ വൈദികന്റെ രക്തസാക്ഷിത്വത്തിൻ്റെ 40ാം വാർഷികമാണ് ഗ്വാട്ടിമാലൻ സഭ ആഘോഷിച്ചത്. 1983 നവംബർ 6 അജ്ഞാതരുടെ വെടിയേറ്റാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. വിശ്വാസത്തിൽ ഉറച്ചു നിന്നതിൻ്റെയും ഭരണാധികാരികളുടെ ക്രൂരതകളോട് സഹകരിക്കാതിരുന്നതിൻ്റെയും പേരിലായിരുന്നു വൈദികൻ ജീവൻ വെടിഞ്ഞത്. ഗ്വാട്ടിമാലൻ സെക്യൂരിറ്റി ഫോഴ്സിനാൽ കൊല്ലപ്പെട്ട നിരവധി വൈദികരുടെ കൂട്ടത്തിലാണ് ഫ്രാൻസിസ്കൻ വൈദികനായ ഫാദർ അഗസ്റ്റോ റാമിരസും ഉൾപ്പെടുന്നത്. ദീർഘമായ സമയം കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചിരുന്ന അദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ടാണ് ആളുകൾ കരുതിയിരുന്നത്. കുമ്പസാരമെന്ന കൂദാശയോടുള്ള അദ്ദേഹത്തിൻ്റെ ആഴമായ ഭക്തിയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചത്. വടക്കൻ ജപ്പാനിലെ ഒരു ഉപദ്വീപിൽ 238 പേരുടെ മരണത്തിനിടയാക്കുകയും റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രത രേഖപ്പെടുത്തുകയും ചെയ്ത ഭൂകമ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുരിതത്തിലായിരിക്കുന്നവരെ സഹായിക്കാൻ കൈകോർത്ത് ജപ്പാനിലെ കത്തോലിക്ക സഭ ജനത്തിന് തങ്ങളുടെ സാമീപ്യം അറിയിച്ചുകൊണ്ട് ഈ ദുരിതം തങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുകയാണ് എന്ന് നിഗറ്റയിലെ ബിഷപ്പും ജപ്പാനിലെ കാരിത്താസ് സംഘടനയുടെ പ്രസിഡന്റുമായ ബിഷപ്പ് ഡേസുഗെ നരുയി വെളിപ്പെടുത്തി. ഞങ്ങൾ ഒരുമിച്ച് കഷ്ടപ്പെടുന്നു, ഒരുമിച്ച് കരയുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രാദേശിക ജനങ്ങളോടൊപ്പം ഒരുമിച്ച് നിൽക്കുന്നു. ദുരന്ത സമയത്ത് കത്തോലിക്ക സഭയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പ്രാദേശിക ജനങ്ങളുമായി ചേർന്ന് നടത്തണമെന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നുവെന്നും ബിഷപ്പ് വ്യക്തമാക്കി. സ്പെയിനിലെ സെവില്ലയിൽ യേശുവിനെ അല്പവസ്ത്രധാരിയായി വരച്ച ചിത്രത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സലുഷ്ടിയാനോ ഗാർസിയ വരച്ച ചിത്രത്തിനെതിരെയാണ് പ്രതിഷേധം. ഈസ്റ്ററിനോടനുബന്ധിച്ച് പ്രദർശനത്തിന് വേണ്ടിയാണ് ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ചിത്രം വിശുദ്ധ വാരത്തിന്റെ യഥാർത്ഥ അർത്ഥത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണെന്ന് പറഞ്ഞ സംഘടന അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. വിശുദ്ധ വാരത്തിൽ പങ്കെടുക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ആളുകൾക്ക് പ്രകോപനം സൃഷ്ടിക്കുന്നതാണ് ചിത്രമെന്ന് സ്പെയിനിലെ വോക്സ് പാർട്ടി അംഗമായ ജാവീർ നവോരോ പ്രതികരിച്ചു. എന്നാൽ പ്രതിഷേധങ്ങൾ ശക്തമായിട്ടും ചിത്രത്തിനെ ഗാർസിയ ന്യായീകരിച്ചതും വിവാദമായിരുന്നു. കൂദാശകളിൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളിലെ വാക്യങ്ങളിലും കൗദാശിക വസ്തുക്കളിലും മാറ്റം വരുത്തിയാൽ ആ കൂദാശ അസാധുവായിരിക്കുമെന്ന് വ്യക്തമാക്കി വത്തിക്കാൻ വിശ്വാസ തിരുസംഘത്തിൻ്റെ ഔദ്യോഗിക കുറിപ്പ്. ജസ്റ്റിസ് വെർബിസ്ക്വേ എന്ന ലത്തീൻ ശീർഷകത്തിലുള്ള കുറിപ്പിലാണ് വിശ്വാസ തിരുസംഘം ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. സഭയുടെ ആരാധനക്രമ ജീവിതത്തിൻ്റെ സൂക്ഷിപ്പുകാരും പരിപോഷകരും എന്ന നിലയിലുള്ള ബിഷപ്പുമാരെ അവരുടെ ചുമതലകളിൽ സഹായിക്കാനാണ് പുതിയ കുറിപ്പ്. കൂദാശയുടെ പരികർമ്മത്തിനായുള്ള നിർദ്ദിഷ്ട വാക്യങ്ങളും അതിനുപയോഗിക്കേണ്ട വസ്തുക്കളും കാർമ്മികന് യഥേഷ്ടം മാറ്റാൻ പാടില്ല എന്നും അങ്ങനെ ചെയ്യുന്ന പക്ഷം ആ കൂദാശ അസാധുവാണെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. കാനൻ നിയമസംഹിതയിൽ സംഗ്രഹിച്ചിരിക്കുന്നത് പ്രകാരം അധികാരികൾ പുറപ്പെടുവിച്ച ആരാധനക്രമ ഗ്രന്ഥങ്ങളിൽ ഒന്നും കൂട്ടിച്ചേർക്കുകയോ നീക്കം ചെയ്യുകയോ മാറ്റുകയോ ചെയ്യാതെ അത് വിശ്വസ്തയോടെ നിരീക്ഷിക്കേണ്ടതാണ്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.